വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. നമ്മൾ ഈ ആഴ്ചയിലെ വീക്കെൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ചയിൽ ഓരോ ദിവസം കർത്താവ് നമ്മളെ വഴി നടത്തി. അതിനോർത്ത് എല്ലാവരും ഒന്ന് നന്ദി പറയാമോ? ഓരോ ദിവസവും കർത്താവിൽ നിന്നുള്ളൊരു ദാനമാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിൽ നിന്ന് വീണ്ടും ചില കാര്യങ്ങൾ പ്രാപിക്കുവാൻ റെഡിയാകുക, വീണ്ടും ചില കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ റെഡിയാകുക. ഏമേൻ. നമുക്ക് ഒരുമിച്ച് ആദ്യമേ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നൊരു കോ സ്പോൺസറാണുള്ളത്. കോട്ടയത്ത് നിന്നൊരു സിസ്റ്ററാണ്. കൊച്ചുമകന് ദൈവം നൽകിയ സൗഖ്യത്തിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. പ്രിയസ് ഗോഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ മകന് സൗഖ്യത്തിൽ തന്നെ കർത്താവ് നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ ഒവേറിയൻ സിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു അത്ഭുതം നടക്കട്ടെ. അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യങ്ങൾ കർത്താവ് ഈ കുടുംബത്തിൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പോൾ തന്നെ സകല കടഭാരവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. സകല നന്മകളാലും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അമേൻ. നമുക്ക് വീണ്ടും നമ്മുടെ ഡയറി എടുക്കാം. ഈ ഡയറി കിട്ടിയ വ്യക്തികൾക്ക് ഈ ഡയറിയിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സിൽ എഴുതാം. ചിലവർ ഡിജിറ്റലായിട്ടാണ് എഴുതുന്നത്, അങ്ങനെ എഴുതാം. ലെറ്റ്സ് ഗെറ്റ് റെഡി. കർത്താവിൽ നിന്ന് കേൾക്കുവാൻ തയ്യാറെടുക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ പേജിലേക്ക് പോകുക. ജനുവരി 16 ഫ്രൈഡേ. അതിലെ ഫോക്കസ് വേഴ്സ് അതിലേക്കൊക്കെ നമുക്ക് പോകാം. കയ്യിൽ ഡയറി ഉള്ളവരെല്ലാം എടുത്ത് വയ്ക്കുക, എഴുതാൻ വേണ്ടി റെഡിയാകുക. ഫോക്കസ് വേർഡ് ഈസ് വിഷൻ, ദർശനം. എല്ലാവരും ഒന്ന് പറഞ്ഞ് ദർശനം. എല്ലാവരും ടൈപ്പ് ചെയ്തിടുക, ദർശനം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ, എവിടെയാണെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ, ലൈവ് ചാറ്റിലൊക്കെ ടൈപ്പ് ചെയ്തിടുക, ദർശനം. ഹബക്കക്ക് ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് നമ്പർ 2. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. റൈറ്റ് ഡൗൺ ദ റെവലേഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ ഓൺ ടാബ്ലറ്റ് സോ ദാറ്റ് എ ഹെറാൾഡ് മേ റൺ വിത്ത് ഇറ്റ്. അവിടെ പറയുന്നത് ദർശനം തെളിവായി എഴുതുക. ഒരു പലകമേൽ ദർശനം തെളിവായി എഴുതുക. പല രീതിയിലാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ സാരാംശം എടുത്ത് പറയാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് എൻ്റെ മലയാളം തർജ്ജമ വായിക്കാൻ കഴിയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേദപുസ്തകം തുറന്ന് നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. സോ ദാറ്റ് എ ഹെറാൾഡ് മേ റൺ വിത്ത് ഇറ്റ്. അത് വായിക്കുന്നവൻ ഓടുവാൻ തക്കവണ്ണം. അല്ലെങ്കിൽ ഒരു ഹെറൾഡ് എന്ന് പറഞ്ഞാൽ അനൗൺസറാണ്. അനൗൺസർക്ക് അതുമായി ഓടാൻ പറ്റിയ രീതിയിൽ, എഴുതിയ പലകമേൽ എഴുതിയ ദർശനമായി ഓടാവുന്ന രീതിയിൽ എന്ന് അതിനെ തർജ്ജമ ചെയ്യാം. ഇനി ഡെക്ലറേഷൻ നോക്കുക. ഗോഡ് ഓപ്പൺസ് മൈ ഐസ് ടു സീ ഡിവൈൻ സ്ട്രാറ്റജീസ് ആൻഡ് ഹെവൻലി അസൈൻമെൻറ്റ്സ് ക്ലിയർലി. അപ്പോൾ ദൈവം എൻ്റെ കണ്ണുകളെ തുറക്കുന്നത് എന്തിനെല്ലാം വേണ്ടി? ദൈവികമായ സ്ട്രാറ്റജികൾ, പദ്ധതികൾ, അതുപോലെ ഹെവൻലി അസൈൻമെൻറ്റ്, സ്വർഗീയമായ ചില ചുമതലകൾ, അതെല്ലാം കൃത്യമായി കാണുവാൻ വേണ്ടി ദൈവം എൻ്റെ കണ്ണുകളെ തുറക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് മാനുഷികമായതല്ല, ദൈവികമായ സ്വർഗീയമായ കാര്യങ്ങൾ കാണാൻ, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ അവൻ്റെ കണ്ണുകളെ ഇന്ന് തുറക്കുകയാണ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ വായിച്ച് ടിക്ക് ചെയ്യുക. ഞാൻ ഈ ദർശനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ കുറിച്ച് വെക്കണം. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തന്നെ ഇത് മെഡിറ്റേറ്റ് ചെയ്ത് കുറിച്ച് വെക്കണം. വിഷൻ ഈസ് നോട്ട് ഇമാജിനേഷൻ. വിഷൻ ഈസ് നോട്ട് ജസ്റ്റ് ഇമാജിനേഷൻ. ചുമ്മാ ഒരു സങ്കല്പമല്ല ദർശനം. ഇവിടെ ദർശനം എന്ന് പറയുന്നത് രാത്രിയിൽ കിടക്കുമ്പോൾ കാണുന്ന ദർശനങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന വിഷൻ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലൈഫിൽ കർത്താവ് തരുന്ന വിഷൻ. വിഷൻ ഈസ് നോട്ട് ആംബിഷൻ. ഈ ദർശനം എന്ന് പറയുന്നത് നമ്മളുള്ളിലെ അഭിലാഷമല്ല.
ഇപ്പോൾ കുട്ടികൾ ആയിരിക്കുന്ന സമയം മുതൽ ക്ലാസ് ടീച്ചർ ചോദിക്കും, വാട്ട് ഈസ് യുവർ ആംബിഷൻ ഇൻ ലൈഫ്? അപ്പോൾ ചില കുട്ടികൾ എനിക്ക് ടീച്ചറാകണം, എനിക്ക് നേഴ്സാകണം, എനിക്ക് പൈലറ്റാകണം, എനിക്ക് ഡോക്ടറാകണം, ഇങ്ങനെ പറയാം. അതല്ല ദർശനം എന്ന് പറയുന്നത്, അതെല്ലാം ആംബിഷനാണ്. പലപ്പോഴും ആംബിഷൻ വിൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് വിഷൻ. നമ്മുടെ ജീവിതത്തിലുള്ള ചില അഭിലാഷങ്ങളുണ്ട്, അത് ദൈവം നൽകുന്ന ദർശനത്തിനെതിരെ നിൽക്കാറുണ്ട്. വിഷൻ ഈസ് റെവലേഷൻ. ദൈവത്തിൽ നിന്ന് കിട്ടുന്നൊരു വെളിപാടാണ് ദർശനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒറിജിൻ ദൈവമാണ്. നമ്മിൽ നിന്നല്ല അത് ഉത്ഭവിക്കുന്നത്, ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സോ വളരെ വെറുതെ ഒരു കാഴ്ച, ദർശനം എന്ന് പറയുന്നത് ഒരു കാഴ്ച കൂടിയാണല്ലോ, അങ്ങനെ പറയാമല്ലോ. നമ്മളിപ്പോൾ ചുറ്റും നോക്കിയാൽ, ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മരങ്ങളെടുക്കുക. മരങ്ങൾക്ക് കണ്ണുണ്ടോ? ഇല്ല. പർവ്വതങ്ങൾക്ക് കണ്ണുണ്ടോ? ഇല്ല. അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങണ്ടാത്ത ഒന്നിനും ദൈവം കണ്ണ് കൊടുത്തിട്ടില്ല. ദൈവം കണ്ണ് കൊടുത്തിട്ടുള്ളത് സഞ്ചരിക്കേണ്ടവയ്ക്കാണ്. അല്ലാത്തൊരു കണ്ണിൻ്റെ ആവശ്യം എന്താ? മുന്നിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, ചരിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, സഞ്ചരിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, ചലിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും കണ്ണുണ്ട്, അല്ലാത്തൊന്നിനും കണ്ണില്ല. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ദൈവം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദർശനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയും. ദർശനമില്ലെങ്കിൽ പോവുകയുമില്ല. ഒത്തിരി പേരുടെ ജീവിതം സ്റ്റക്കല്ലേ ലൈഫിൽ. ഈ 2026 നിങ്ങളുടെ ജീവിതം മുന്നിലേക്ക് പോകണം. ഒത്തിരി പേര് നമ്മളോട് പറയുന്ന പ്രാർത്ഥന വിഷയമാണ്, ജീവിതം എവിടേക്കെയോ സ്റ്റക്കായി നിൽക്കുക, ഒന്നും മുന്നിലേക്ക് പോകുന്നില്ല ബ്രദറെ. പോകണമെന്ന് ആഗ്രഹമുണ്ട്, കാഴ്ചപ്പാട് വേണം, ദർശനം വേണം. ഇന്ന് കർത്താവ് നിങ്ങൾക്കൊരു ദർശനം നൽകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു വെളിപാട് നൽകാൻ ആഗ്രഹിക്കുന്നു. ആരും റെഡി? എല്ലാവരും ടൈപ്പ് ചെയ്യുക, വിഷൻ, ദർശനം. 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക, വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്തിടുക, എഴുതി വെക്കുക, ദർശനം. ഇന്ന് ദർശനങ്ങൾ ഉള്ളവർക്ക് തന്നെ അതിനൊന്നുകൂടെ ഷാർപ്പൺ ചെയ്യാൻ, സ്പിരിച്വൽ സൈറ്റ് ഒന്നുകൂടെ ഷാർപ്പൺ ചെയ്യാനും ദൈവത്തിൻ്റെ ഡയറക്ഷനുമായി അലൈൻ ചെയ്യാനൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുക. ഈ വിഷൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ശരിയായ കാഴ്ചപ്പാടില്ലെങ്കിൽ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരിക്കും ജീവിക്കുന്നത്. ഇറ്റ് വിൽ ബി ലിവ്ഡ് വിത്ത് ക്ലാരിറ്റി ആൻഡ് പർപ്പസ് ഇഫ് യു ഹാവ് എ വിഷൻ. ശരിയായ ദർശനമുണ്ടെങ്കിൽ വളരെ വ്യക്തതയോടെ ആ കാര്യത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയും. എൻ്റെ കഥ പറയുവാണെങ്കിൽ, ഒരു 16 വയസ്സൊക്കെ ആകുന്നത് വരെ എനിക്ക് പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്നൊരു വിഷനൊന്നുമില്ല. സാധാരണ എല്ലാ പിള്ളേരും പഠിക്കുന്ന പോലെ പഠിക്കുന്നു, മാക്സിമം ആത്മാർത്ഥമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഉള്ളൂ. ടീച്ചേഴ്സും അവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളനുസരിച്ച് ലൈഫിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബാലൻ, അത്രേ ഉള്ളൂ. എന്നാൽ 16 വയസ്സുള്ളപ്പോൾ പരിശുദ്ധാത്മാവകത്തേക്ക് വരുന്നു. അവിടെ മുതൽ എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി, എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി. അതിനു മുമ്പ് വരെ പഠിച്ച് ഉയർന്ന് വളരെ ബ്രൈറ്റായി ഡിഗ്രികൾ സമ്പാദിച്ച് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉയരങ്ങളിലെത്തണം. പക്ഷേ സീസൺ അനുസരിച്ച് പല പല ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും കൊണ്ട് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് വേണം. ഉദാഹരണത്തിന്, ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 9th സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു, സ്കൂൾ വെക്കേഷൻ വരുമല്ലോ, മിഡ് സമ്മർ വെക്കേഷൻ 2 months. ആ സമയത്ത് പെട്ടെന്നാണ് ഹിപ്നോട്ടിസം, മെസ്മറിസം, അതിലോട്ട് എനിക്ക് പെട്ടെന്നൊരു ആകർഷണം. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു, അത് എക്സ്പ്ലോർ ചെയ്യുന്നു. അങ്ങനെ ആകണം, ഒരു ഹിപ്നോട്ടിസ്റ്റ് ആകണം, മെസ്മറിസ്റ്റ് ആകണം എന്നൊക്കെയുള്ള ആഗ്രഹം വരുന്നു. അതിനിടയ്ക്കാണ് ഒരു മാജിക് ഷോയിൽ ചെന്ന് ഞാൻ പെടുന്നു. മജീഷ്യൻ എന്നെ ഒരു പെട്ടിയുടെ അകത്ത് അടച്ചു വയ്ക്കുന്നു. അതിനുശേഷം ഓഡിയൻസിൻ്റെ മുമ്പിൽ ആ പെട്ടിക്കകത്ത് നിന്നും അദ്ദേഹം പെട്ടി മറിക്കുകയും തിരിക്കുകയും എന്തൊക്കെയോ ചെയ്ത്, പക്ഷേ ഞാനതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അപ്പോഴേക്കും എൻ്റെ ഒരു ആഗ്രഹിക്കുക ഒരു മജീഷ്യനാണ്. പിന്നെ അങ്ങനെയായി അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും, നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ മാജിക് ഷോ കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. അപ്പോൾ അവിടേക്കൊരു ഫാസിനേഷൻ. അത് കഴിഞ്ഞ് പെയിൻറ്റിങ്ങിൽ താല്പര്യം പിടിച്ചു, നല്ലൊരു പെയിൻറ്ററാകണം. 9th സ്റ്റാൻഡേർഡിൽ ഞാനൊരു സ്കൂളിൽ ആനുവലി ഈ ഡ്രാമ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവുള്ളൂ, 1 act പ്ലേ, ഇതൊക്കെ അതിലൊക്കെ ചെയ്യുന്നു, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നു. അപ്പോൾ പിന്നെ ആഗ്രഹം അങ്ങനെ ഒരു നടനായിട്ട് മാറണം.
അതിനുശേഷം അമ്മ പറയുന്നത് നീ എൻജിനീയർ, അപ്പം പറയുന്നത് നീ ഡോക്ടറാകണം. അപ്പോൾ ആ വഴിക്കാ ചിന്തകൾ. ഇങ്ങനെ മാറി മാറി ഉള്ള പല ആഗ്രഹങ്ങളും വന്നുപോയി. പക്ഷേ ഞാനിതൊന്നും ആയുമില്ല. പരിശുദ്ധാത്മ വന്നപ്പോൾ എനിക്കൊരു വിഷൻ കിട്ടി. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. കുറേ കൂടെ അത് തെളിഞ്ഞ് ശുശ്രൂഷയിലേക്ക് എത്തിയപ്പോൾ, പ്രത്യേകിച്ച് ഈ മിനിസ്ട്രി എസ്റ്റാബ്ലിഷ്ഡ് ആയ സമയത്ത് റിട്ടൺ സ്റ്റേറ്റ്മെൻ്റായിട്ട് വിഷൻ കിട്ടി. ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എ പ്രിപ്പേർഡ് ചർച്ച് ഫോർ ജീസസ് ക്രൈസ്റ്റ്. എത്രയോ വർഷങ്ങളായി ആ ദർശനത്തിൽ നമ്മൾ ഒരിക്കലും മാറിയിട്ടില്ല, മാറുന്നുമില്ല, മാറാൻ പറ്റിയുമില്ല. അത് പരിശുദ്ധാത്മാവിൽ നിന്നും ഉത്ഭവിച്ച് നമ്മുടെ അകത്ത് ഇംപ്രസ്ഡായ ഒന്നാണ്. വി കനോട്ട് ചേഞ്ച് ഇറ്റ്. ഇറ്റ് ഈസ് ഫ്രം ദ ലോർഡ്, ഇറ്റ് ഈസ് ഫ്രം ഗോഡ്, ഇറ്റ് ഈസ് റിട്ടൺ. ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ടാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കയ്യിലും അത് കാണും. ഒന്നും വേണ്ട, നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഡിവോഷണൽ ഡയറിയുടെ ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അത് വളരെ തെളിവായി കൊടുത്തിട്ടുണ്ട്. അവർ വിഷനും മിഷനും ചേർത്ത് ഒരു പ്രത്യേക ഒരു ലോഗോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈഫിൽ നമുക്കെല്ലാവർക്കും എന്താവശ്യമാണ്? ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു വിഷൻ ആവശ്യമാണ്. ആ വിഷൻ ഉണ്ടെങ്കിൽ ഡയറക്ഷനുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, എന്തിനു വേണ്ടി ജീവിക്കുന്നു അതിനൊരു മീനിങ് ഉണ്ട്. ശരിയല്ല ഞാൻ പറയുന്നത്? ഇതൊന്നുമില്ലെങ്കിൽ എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്നു, ജനിച്ചുകൊണ്ട് ജീവിക്കുന്നു, വെറുതെ പ്രാർത്ഥിക്കുക, എങ്ങനെയെങ്കിലും കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, ഇതങ്ങ് തീർന്നാൽ മതിയായിരുന്നു. പക്ഷേ വിഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കോസുണ്ട്, നമുക്കൊരു കാരണമുണ്ട് ജീവിക്കാൻ. വേറെ ഒന്നും നടന്നില്ലെങ്കിലും ഐ എം എക്സിസ്റ്റിംഗ്, ഐ എം ലിവിങ് ഫോർ ദിസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ, പ്രവാചക പുസ്തകത്തിൽ നിന്നാണല്ലോ വായിച്ചത്. അപ്പോൾ ഹബക്കൂക്ക്, ആ പ്രവാചകൻ, ഹി റിസീവ്ഡ് ദിസ് വേർഡ് ഡ്യൂറിങ് എ ടൈം ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ക്രൈസിസ്. അതിഭയങ്കരമായ ഒരു അനിശ്ചിതാവസ്ഥയും രാജ്യത്തുടനീളം വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്താണ്, ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ് ഹബക്കൂക്കിന് ഇത് കിട്ടുന്നത്. നീ ദർശനം തെളിവായി എഴുതുക. പലകമേൽ എഴുതി കഴിഞ്ഞാൽ ആ പലക പിടിച്ചുകൊണ്ട് ഒരു ഹെറാൾഡ്, അനൗൺസർ, വിളംബരം ചെയ്യുന്നവൻ അതുമായി ഓടുന്ന രീതിയിൽ നീ തെളിവായി എഴുതി വെക്കുക. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? ഗോഡ് ഡിഡ് നോട്ട് റിമൂവ് ദ സിറ്റുവേഷൻ ഇമ്മീഡിയറ്റ്ലി. ഹബക്കൂക്ക് ജീവിച്ചിരുന്ന കാലത്തെ സാഹചര്യത്തെ കർത്താവ് പെട്ടെന്ന് മാറ്റിയില്ല. ഹി ഗേവ് വിഷൻ ടു സസ്റ്റെയിൻ ഫെയ്ത്ത് ആൻഡ് ഡയറക്ഷൻ. പകരം ആ പ്രയാസമേറിയ ഘട്ടത്തിനകത്ത് പിടിച്ചു നിലനിൽക്കാൻ, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട ഡയറക്ഷനാണ് കർത്താവ് നൽകിയത്. നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പെട്ടെന്ന് ദൈവം സാഹചര്യങ്ങൾ മാറ്റാറില്ല. സാഹചര്യങ്ങൾക്കകത്ത് ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആ ലൈഫിൽ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ സാഹചര്യം മാറിപ്പോകും. അത് ലിഫ്റ്റ് ചെയ്യും കർത്താവ്. ലൈഫിൽ ചേഞ്ച് വരുത്താൻ തയ്യാറല്ലെങ്കിൽ അത് നീണ്ടുപോവുകയും ചെയ്യും. മാത്രമല്ല, അവിടെ ആ വചനം വായിച്ചാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും. വിഷൻ വാസ് ഗിവൺ നോട്ട് ജസ്റ്റ് ടു സീ. ദർശനം നൽകിയത് ദർശിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ടു റൺ വിത്ത് എ പർപ്പസ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ഓടാൻ വേണ്ടിയിട്ടാണ്, അതുമായി മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തരുന്നത്. അവിടെ ഈ ഹബക്കൂക്കിൻ്റെ അവിടെ ദെൻ ദ ലോർഡ് റിപ്ലൈഡ്, അങ്ങനെയാണ് ആ വചനം പറയുന്നത്. അനന്തരം കർത്താവ് മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ അരുളി ചെയ്തു. സോ വിഷൻ ഈസ് നോട്ട് സെൽഫ് ജനറേറ്റഡ്. ദർശനം ഒരിക്കലും അവരവരിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്. വിഷൻ ഈസ് ഗോഡ് ഇനീഷ്യേറ്റഡ്. ദൈവമായി മുൻകൈയെടുത്ത് ദൈവമായി തരുന്ന ഒന്നാണ് ദർശനം. ഞാനിന്ന് ജീവിച്ചിരിക്കുന്ന ദർശനം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ മൂവ്മെൻറ്റിന് കർത്താവ് തന്നിരിക്കുന്ന ദർശനം ഞാനായി ചികഞ്ഞുണ്ടാക്കിയതല്ല. ഇറ്റ് വാസ് ഇംപ്രസ്ഡ് അപ്പോൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ദൈവമാണ് അവിടെ നമ്മോട് സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. വെൻ ഗോഡ് സ്പീക്സ് കൺഫ്യൂഷൻ ലീവ്സ്. അങ്ങനെ ഒരു ദൈവം സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി വരുന്നു, ആശയക്കുഴപ്പങ്ങൾ മാറുന്നു, അതിൽ നിന്ന് ഡയറക്ഷൻസ് എമർജ്. കൃത്യമായി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നുള്ളത് വരുന്നു. പേർപ്പസ് ബിക്കംസ് ക്ലിയർ. നമ്മുടെ ഉദ്ദേശം
വളരെ വ്യക്തമാകുന്നു. എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി മുന്നിലേക്ക് പോകുന്നു, എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നു. അതിനൊരു മീനിങ് ഉണ്ട്, അതിനൊരു കോസ് ഉണ്ട്, അതിനൊരു പേർപ്പസ് ഉണ്ട്, അതിനൊരു ഡയറക്ഷനുണ്ട്. ഈ വർഷം നമ്മളൊരു സൂപ്പർ നാച്ചുറൽ ലൈഫിലാണ്. അതുകൊണ്ട് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, സൂപ്പർ നാച്ചുറൽ കോൾ, സൂപ്പർ നാച്ചുറൽ എംപവർമെൻറ്റ്, സൂപ്പർ നാച്ചുറൽ വിഷൻ, സൂപ്പർ നാച്ചുറൽ പേർപ്പസ്, ഡയറക്ഷൻ, ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല, വിഷൻ ഫ്ലോസ് ഫ്രം ഹിയറിങ് ഗോഡ്. ദൈവശബ്ദം കേൾക്കണം. ദൈവത്തിലേക്ക് നമ്മുടെ ആൻറ്റിനകൾ ഉയർത്തുമ്പോൾ, ആൻറ്റിനകൾ ഉയർത്തി ദൈവത്തിൻ്റെ ഹിതം പിടിച്ചെടുക്കുമ്പോഴാണ് ദർശനമായി അത് മാറുന്നത്. കർത്താവ് അവിടെ ഹബക്കൂക്കിനോട് പറയുന്നൊരു കാര്യമാണ്, ഗോഡ് സേസ് റൈറ്റ് ഡൗൺ ദ റെവലേഷൻ, റൈറ്റ് ഡൗൺ ദ വിഷൻ, മേക്ക് ഇറ്റ് പ്ലെയിൻ. ദർശനം തെളിവായി എഴുതുക എന്ന് വെച്ചാൽ വായിക്കാൻ പറ്റാത്ത രീതിയിലല്ല, പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതുന്ന രീതിയിലല്ല. അത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ, നമുക്ക് വായിച്ചാലും മനസ്സിലാവില്ല. അതുപോലെയല്ല, റൈറ്റ് ഡൗൺ ദ വിഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ. ഒറ്റയടിക്ക് ക്ലിയറായി, ലെജിബിളായി, റീഡബിളായി, സംശയമൊന്നുമില്ലാത്ത രീതിയിൽ എഴുതി വെക്കണം. ദർശനം തെളിവായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. വിഷൻ മസ്റ്റ് ബി ക്ലിയർ, വിഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് വിഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കബിൾ. തെളിവായിരിക്കണം, മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അൺക്ലിയർ വിഷൻ ലീഡ്സ് ടു ഹെസിറ്റേഷൻ. ഈ ദർശനം വ്യക്തമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകൾ അറച്ചറച്ച് നിൽക്കും, ജോയിൻ ചെയ്യില്ല. അതിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ. ക്ലിയർ വിഷൻ പ്രൊഡ്യൂസസ് മൂവ്മെൻറ്റ്. എന്നാൽ വ്യക്തമായ ദർശനമുണ്ടെങ്കിൽ അതെന്തായി മാറുന്നു? ഒരു വലിയ മുന്നേറ്റമായി മാറുന്നു, ഒരു മൂവ്മെൻ്റായിട്ട് അത് മാറുകയാണ്. സോ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് മനസ്സിലാകുന്ന കാര്യം, നിങ്ങളെ കർത്താവ് ഒരു ദർശനം തന്ന് ജീവിതത്തിൽ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ പുഷ് ചെയ്ത് മുന്നിലേക്ക് ഓടിക്കാൻ. ശരിക്കും ദർശനം ഉണ്ടെങ്കിൽ അടങ്ങിയിരിക്കില്ല, ഓടും, നന്നായി ഓടിക്കോളും. ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എവറി വെയ്ഗ് തിങ്കിങ്, അവ്യക്തതയോടെയുള്ള ചിന്തകളും കാര്യങ്ങളും, റിലീസിങ് ഡിഫൈൻഡ് ഡയറക്ഷൻ. കർത്താവ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, ശരിയായ രീതിയിൽ നിർവചിക്കപ്പെട്ട ഒരു ഡയറക്ഷനിൽ കർത്താവ് കൊണ്ടുപോയി. വെളിപാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്ന് വചനത്തിലുണ്ട്. എന്നുവെച്ചാൽ വ്യക്തമായ ദർശനമില്ലെങ്കിൽ ഒരു മര്യാദയും കാണില്ല. വിഷൻ പ്രൊഡ്യൂസസ് സ്പീഡ് ആൻഡ് മൊമെൻറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർശനമുണ്ടെങ്കിൽ വേഗതയുണ്ടാകും, അതിനൊരു ആക്കമുണ്ടാകും. വെറുതെ അങ്ങ് പോവുകയല്ല, അതിനൊരു ആക്കമുണ്ടാകും. So the purpose of writing vision is so that a herald may run with it. എന്തിനാണ് ഇത് തെളിവായി എഴുതുന്നത്? ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. ഇപ്പം നമ്മുടെ ഈ ഡയറിയിൽ അതുള്ളതുപോലെ തന്നെ മിക്കവാറും ബ്ലെസ്സിങ് ടുഡേയിലുള്ള കുടുംബാംഗങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പല വീടുകളിലും അത് കാണും. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ ഓഫീസിൽ വന്നാൽ പല സ്ഥലങ്ങളിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഷൻ, നമ്മുടെ മിഷൻ, എന്തിനു വേണ്ടി നാം നിലകൊള്ളുന്നു, എന്തിനു വേണ്ടി നമ്മളിതെല്ലാം ചെയ്യുന്നു, അത് വ്യക്തമാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇരിക്കൽ ഓടും. അതാണ് സോ ദാറ്റ് എ ഹെറാൾഡ് മേ റൺ വിത്ത് ഇറ്റ്. അതുമായിട്ട് ഒരു ഹെറാൾഡ് ഓടണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് ഒരു പലക എന്നിരിക്കട്ടെ. ഈ പലകയിൽ എഴുതിക്കഴിഞ്ഞാൽ ഇത് പിടിച്ചുകൊണ്ട് ഇയാൾ ഓടുകയാണ്. എല്ലാവരും കാണത്തക്ക രീതിയിൽ അയാൾ ഓടിക്കൊണ്ടിരിക്കും. സോ വിഷൻ ക്രിയേറ്റ്സ് ഫോക്കസ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ. യാതൊരുവിധ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ, അശ്രദ്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വളരെ ഫോക്കസോടുകൂടി ഓടാൻ കർത്താവ് സഹായിക്കും. ആൻഡ് വിഷൻ ക്രിയേറ്റ്സ് എനർജി വിത്തൗട്ട് കൺഫ്യൂഷൻ. എവിടെ നിന്നില്ലാത്ത എനർജി ലെവലായിരിക്കും ദർശനമുണ്ടെങ്കിൽ അതിന് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് മൊമെൻറ്റം വിത്തൗട്ട് പാനിക്. യാതൊരു സംഭ്രമവുമില്ലാതെ വലിയ മൊമെൻറ്റത്തോടുകൂടി ഓടാൻ കർത്താവ് സഹായിക്കും. വേർ വിഷൻ ഈസ് ക്ലിയർ, മൂവ്മെൻറ്റ് ഈസ് സ്വിഫ്റ്റ്. ദർശനം ക്ലിയർ ആണെങ്കിൽ ഈ മൂവ്മെൻറ്റ് ഭയങ്കര വേഗതയിലായിരിക്കും.
വലിയ വെലോസിറ്റിയിലായിരിക്കും ഓടുന്നത്. സോ ഐ പ്രനൗൺസ് എ ഡിവൈൻ എക്സലറേഷൻ ഇൻ യുവർ ലൈഫ് ദിസ് ഇയർ. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദർശനം സ്വീകരിക്കുന്നതുകൊണ്ട്, കർത്താവിന് വ്യക്തതയോടെ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു വലിയ ആവേഗത്തോടുകൂടെ ഓടാൻ, ഭയങ്കരമായി നിങ്ങളുടെ സ്പീഡ് വർദ്ധിക്കാൻ പോവുക ലൈഫിൽ. വിഷൻ സസ്റ്റെയിൻസ് ഫെയ്ത്ത് ഇൻ വെയിറ്റിംഗ് സീസൺസ്. നമ്മുടെ ലൈഫിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും അതുപോലെ ആളുകളെ കാത്തും ഓഫീസിനകത്തും ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നിരിക്കുമ്പോഴൊക്കെ വെയിറ്റ് ചെയ്യും. നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ ടോക്കൺ കിട്ടി, ആ ടോക്കന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ടേ കാണാൻ പറ്റും, അത്രയും മണിക്കൂർ. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ വെയിറ്റ് ചെയ്യുന്ന സമയങ്ങൾ മാത്രം കൂട്ടിയെടുത്താൽ മൊത്തം ലൈഫിൻ്റെ ഒരു 10, 20, 23 വർഷം വെയിറ്റിങ്ങിലാണ് നമ്മൾ. പലതിനു വേണ്ടി വെയിറ്റിങ്ങിലാണെന്ന് പറയപ്പെടുന്നത്. സോ ഈ വിഷൻ ഉണ്ടെങ്കിലുള്ള ഗുണം, വിഷൻ സസ്റ്റെയിൻസ് ഫെയ്ത്ത് ഇൻ വെയിറ്റിംഗ് സീസൺസ്. പലതിനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ അബ്രഹാം 25 വർഷം കാത്തിരുന്ന ഒരു വാഗ്ദത്ത സന്തതിയെ കാണാൻ. അങ്ങനെ കാത്തിരിക്കുമ്പോൾ വിഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ സസ്റ്റെയിൻ ഫെയ്ത്ത് ഇൻ വെയിറ്റിംഗ് സീസൺസ്. കാത്തിരിക്കുന്ന കാലങ്ങളിൽ ഈ ദർശനം വിശ്വാസത്തെ പിടിച്ചു നിർത്തും. ഇല്ലെങ്കിൽ വിശ്വാസം ചോർന്നു പോകും. വിഷൻ ഇല്ലെങ്കിൽ വിശ്വാസം ചോർന്നു പോകും. ഇവിടെയും സംഭവിക്കുന്നത്, ഈ ഹബക്കൂക്കിന് ദൈവം ഒന്ന് അരുളപ്പാടൊക്കെ നൽകി ദർശനമൊക്കെ കൊടുത്തു. പക്ഷെ ദർശനം കിട്ടി, പിന്നെ കണ്ണു തുറന്നപ്പോൾ ഇത് സംഭവിച്ചു. നോ, ഹി ഹാഡ് ടു വെയിറ്റ്. പക്ഷേ ഈ ദർശനം ഉള്ളത് കൊണ്ട് തൻ്റെ വിശ്വാസം ചോർന്നു. ദൈവം പറഞ്ഞല്ലോ, അത് ചെയ്യുമല്ലോ. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളത് നടക്കും. പക്ഷെ നിങ്ങൾ വെയിറ്റിംഗ് സീസണിലാണ്. ഈ ദർശനം അകത്തുണ്ടെങ്കിൽ നിങ്ങൾ മടുത്തു പോകുകയില്ല. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന, വിഷൻ ഡിഡ് നോട്ട് റിമൂവ് വെയിറ്റിംഗ്, ഇറ്റ് ഗേവ് സ്ട്രെങ്ത് ഡ്യൂറിങ് വെയിറ്റിംഗ്. ദർശനം ഒരിക്കലും ആ കാത്തിരിപ്പിൻ്റെ കാലം ഇല്ലാതാക്കുന്നില്ല. പകരം കാത്തിരിപ്പിൻ്റെ കാലത്ത് ശക്തി നൽകി പിടിച്ചു നിൽക്കാൻ, പെർസിവിയറൻസ്, ഒരു സ്ഥിരോത്സാഹം, പിടിച്ചു നിൽക്കാനുള്ള കൃപ കർത്താവ് തന്നു. ഇനി ഈ വിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക? വിഷൻ റിമൈൻഡ്സ് us God is at work. നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം പിന്നാമ്പുറത്ത്, പശ്ചാത്തലത്തിൽ, അദൃശ്യമണ്ഡലത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കർത്താവ് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര നേരം എടുക്കും വീടുന്നോ? പക്ഷേ ദർശനവുമായി മുന്നിലേക്ക് പോവുക. ആൻഡ് ഗോഡ്സ് ടൈമിങ് ഈസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ പ്രത്യേകത കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ദൈവം ഒരിക്കലും നേരത്തെയും വരില്ല, വൈകിയും വരില്ല. കൃത്യസമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് പ്രവർത്തിക്കും. ഗോഡ്സ് പ്രോമിസ് വിൽ നോട്ട് ഫെയിൽ. ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും മറഞ്ഞു പോവുകയില്ല. വിഷൻ കീപ്സ് ഫെയ്ത്ത് എലൈവ് വെൻ ഫുൾഫിൽമെൻറ്റ് ഡിലേയ്സ്. പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിറവേറൽ വൈകുമ്പോൾ വിഷൻ ചെയ്യുന്നത്, ഈ ദർശനം ഉള്ളത് കൊണ്ട് ഇറ്റ് കീപ്സ് ഫെയ്ത്ത് എലൈവ്. വിശ്വാസത്തെ ജീവനുള്ളതാക്കി ഫ്യൂൽ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കും. നല്ലതല്ലേ? സോ ഒത്തിരി പേര് നമ്മുടെ ബൈബിളിൽ തന്നെ പലർക്കും ദർശനം ലഭിച്ചു. ആ ദർശനം അനേക പ്രാവശ്യം ആ ദർശനത്തിന് വേണ്ടി അനേക വർഷങ്ങൾ പലർക്കും കാത്തിരിക്കേണ്ടി വരും. ചിലർക്ക് ചില വർഷങ്ങൾ, ചിലർക്ക് 17 വർഷം, ചിലർക്ക് 13 വർഷം, ചിലർക്ക് അതിനേക്കാൾ കൂടുതൽ, ചിലർക്ക് 25 വർഷം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാലേബ് എന്ന് പറയുന്നൊരു മനുഷ്യന് ദൈവം വാഗ്ദത്തം കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് 85 വയസ്സങ്ങുമായി. എന്നിട്ടും കാര്യം നടന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുവാണ്, അന്ന് വാഗ്ദത്തം ചെയ്ത ആ മല ഞാൻ കീഴടക്കിക്കൊള്ളാം. എനിക്ക് 85 വയസ്സ്, ബട്ട് നോ പ്രോബ്ലം, ഐ എം സ്റ്റിൽ സ്ട്രോങ്. ഞാൻ പോയി അതിനെ കീഴടക്കാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്നും ഒരു വിഷൻ ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ക്ലാരിറ്റിയുള്ള വിഷൻ. കൈനീട്ടാമോ? കർത്താവേ, ഇത് കാണുന്ന എല്ലാവർക്കും ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദർശനം ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ നാമത്തിൽ അതിനെ അനുഗ്രഹിക്കുന്ന. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമുക്കൊരു കോർപ്പറേറ്റ് വിഷൻ കർത്താവ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റിയായി കൂട്ടായ്മയായി നിൽക്കുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രൂപാന്തരപ്പെട്ട സമൂഹങ്ങളും യേശു ക്രിസ്തുവിനോട് ഒരുക്കപ്പെട്ട സഭയും നമുക്ക് ഒരുമിച്ച് നിന്നിരിക്കുന്ന ഒറ്റ ദർശനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം ഇൻഡിവിജ്വലായി എന്ത് ചെയ്യണം അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി യേശുവിൻ്റെ നാമത്തിൽ അതേ ജനത്തിനുണ്ടാകട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീട്ട കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചെവിയുടെ അകത്ത് എന്തോ ഇങ്ങനെ വിസിലിംഗ് സൗണ്ട്, ചൂളമടിക്കുന്ന പോലൊരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ട് മാറിപ്പോകട്ടെ. ചില ട്യൂമറുകൾ അപ്രത്യക്ഷമായി പോട്ടെ. സകലവിധ രോഗങ്ങളും ഇൻഫെക്ഷനുകളും മാറിപ്പോട്ടെ. കർത്താവ്, ഈ സമയത്ത് ജനങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. സാമ്പത്തിക വിടുതലുണ്ടാകട്ടെ. വിവാഹം നടക്കേണ്ടവർക്ക് അത് നടക്കട്ടെ. വിദ്യാഭ്യാസ നന്മകളുണ്ടാകട്ടെ. ഏത് വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന അതിൽ വിടുതലുണ്ടാകട്ടെ. ബ്ലസ് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.